അപ്പോൾ പള്ളി കാണാൻ വന്ന കുഞ്ഞിയാണ്. പക്ഷേ പള്ളിയിൽ ഇവിടെ വേറെ കാവൽക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ ഇറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഇത് കണ്ടോ, പള്ളിയിലെ കാവൽക്കാരെ കണ്ടോ, തേ കിടക്കുന്നു ഒരു കാവൽക്കാരൻ. അപ്പത്തെ ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതായിരുന്നു ആ പള്ളിയുടെ അൾത്താര. വളരെ മനോഹരമായ കൊത്തുപണിയല്ല, വർക്കുകളോട് കൂടിയ ഒരു പള്ളിയായിരുന്നു. ഇതുണ്ട് ഒരുത്തം വന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. കുഞ്ഞിനെ നമുക്ക് ഡാമിലൊന്ന് കുളിപ്പിക്കാം. മനോഹരമായ അൾത്താരയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ കുരിശാകൃതിയിലുള്ള പള്ളിയാണ്. പഴയ നമ്മുടെ റോമൻ കത്തോലിക്ക പള്ളികളെല്ലാം കുരിശാകൃതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് പള്ളിയുടെ മറ്റൊരു എൻട്രൻസ് ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറ്റൊരു എൻട്രൻസ് ഉണ്ട്. ഇതാണ് പ്രധാന എൻട്രൻസ് ഇതാണ്. അപ്പോൾ അതെല്ലാം ഒരു സൈഡ് മുഴുവൻ നശിച്ചു പോയി. ചുടുകട്ടയിൽ തീർത്ത മനോഹരമായ ദേവാലയമാണ് കേട്ടോ ഇത്. ഇതൊക്കെ വീഴാറായി നിൽക്കുകയാണ്. വലിപ്പമുള്ള ചുടുകട്ടകളും സാധാരണ ചുടുകട്ടകളും ഒക്കെ വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാ റിസർവോയർ. ആ പാലത്തിൻ്റെ അവിടം വരെ ചെന്നപ്പോഴാണ് നമ്മൾ പള്ളി കണ്ട് തിരിച്ചു പോകുന്നത്. ഈ പാലം ഇങ്ങനെ ക്രോസ് ചെയ്ത് നമുക്ക് അക്കരയ്ക്ക് പോകാൻ പറ്റും. അവിടെ ഒരു റിസോർട്ട് കാര്യങ്ങളെന്തോ പണിയുന്നുണ്ട്. അപ്പോൾ വെയിലത്തോടെ നടന്ന് കുഞ്ഞിയൊക്കെ മടുത്ത്, അതുകൊണ്ട് അവളെ കൂട്ടിക്കയറ്റി. അപ്പോൾ നമ്മളെ സൈക്കിള് ഇതാ ഈ പള്ളിയുടെ സമീപത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള വെള്ളത്തിൻ്റെ അകത്തൊന്ന് ഇറങ്ങണം എന്നാഗ്രഹം, ഒന്ന് കുളിക്കണം എന്നുണ്ട്. ഡാമിലിറങ്ങി, ഡാമിൻ്റെ റിസർവോയർ സൈഡാണ്. അങ്ങക്കരയിലൊക്കെ ധാരാളം കൃഷിസ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കാത്ത തരമുള്ള കൃഷികളാണ് ഇവിടെ ഉള്ളത്. രാവിലെ നല്ല തണുപ്പായിരുന്നു, ചെറിയ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഇപ്പോഴത്തെ പള്ളിയിൽ നിന്നും 1.8 കിലോമീറ്ററാണ് നമുക്ക് ഈ പള്ളിയിലോട്ടുള്ളത്. അതിപ്പോൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ പേരിലാണ് ആ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇത് ജവമാല പള്ളിയായിരുന്നു. അപ്പം 1800 കാലഘട്ടത്തിൽ മിഷണറിമാർ നിർമ്മിച്ച ഒരു ദേവാലയമാണിത്. അതുപോലെ ഈ പള്ളിയുടെ പുറകിൽ നിന്നുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഇതൊരു മണിമാളികയായിരുന്നു. മണിമാളിക കഴിഞ്ഞ് ഇങ്ങോട്ട് കുരിശ് രൂപത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഷെട്ടിഹള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള ആ ദേവാലയം. ഇപ്പോൾ നമ്മൾ പോയത് ഇവിടുത്തെ പഴയ ദേവാലയമായിരുന്നു. ഡാം പണിയുന്ന സമയത്ത് ആ ദേവാലയം വെള്ളത്തിനടിയിലാവുകയായിരുന്നു. അതായിരുന്നു റോസറി ചർച്ച്. ഇത് സെൻറ്റ് മേരീസ് ചർച്ചാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രശസ്തമായ ഒരു ദേവാലയമാണ് ഈ സെൻറ്റ് മേരീസ് ചർച്ച്. റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലാണ് ഈ
പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മിഷണറിമാരാണ് ഇവിടുത്തെ ഈ ഇടവക സ്ഥാപിക്കുകയും ഇവിടുത്തെ ആളുകളുടെ ഉന്നമനത്തിനായി സ്കൂളുകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തത്. 1800 കാലഘട്ടം മുതൽ ഇവിടെ ക്രിസ്ത്യാനികളുണ്ട്. അതിൻ്റെ തെളിവാണ് 1800കളിൽ സ്ഥാപിച്ച റോസറി ചർച്ച്. അപ്പോൾ ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ കിരീടത്തിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു വലിയ പെരുന്തേനീച്ചക്കൂട് കാണാം. മാതാവിൻ്റെ കുരിശിൻ്റെയും കൂടി ഇടയിൽ അവർ കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ കൊണ്ടുവന്ന് തേനീച്ചക്കൂട് വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ വരുന്ന വഴിയിൽ മുഴുവൻ കൃഷിയാണ് കേട്ടോ. ഫുള്ള് ഉരുളക്കിഴങ്ങ് കൃഷിയും ഒക്കെ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ഇത് പറമ്പുകളെല്ലാം ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൂടെ പോകുന്ന ബസ്സുകളൊക്കെ കാണാം. നീല കളറാണ്. ഗ്രാമങ്ങളിലൂടെ പോകുന്ന ബസ്സാണെന്ന് തോന്നുന്നു. പക്ഷെ കാണാൻ ഒരു ലുക്കുണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ ചാത്തൻ വണ്ടി പോലെയല്ല. അത്യാവശ്യം കഴുകി വെടുപ്പാക്കിയാണ് കൊണ്ടുപോകുന്നത്. പുകയില്ല. അപ്പോഴത്തെ വലിയൊരു ഗ്രാമമാണ്. ഗ്രാമത്തെ വലിയ കൃഷിഭൂമിയാണ്. മാന്തോപ്പുണ്ട്, തെങ്ങും തോപ്പുണ്ട്. തെങ്ങൊക്കെ പുതിയത് വെച്ച് പിടിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിലൊക്കെ ഇടവിള കൃഷികൾ ചെയ്യാൻ വേണ്ടിയുള്ള പൈപ്പ് ലൈനൊക്കെ ഇടുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോഴത്തെ ഇതാണ് ഈ ഏരിയയിലെ കൃഷിത്തോട്ടങ്ങളുടെ ഒരു പ്രത്യേകത. മാന്തോപ്പുകളാണ് കൂടുതൽ. പിന്നെ ആ കാണുന്ന മുഴുവൻ, ആ പച്ച കളറിൽ കാണുന്ന പ്രദേശം മുഴുവൻ ഉരുളക്കിഴങ്ങ് കൃഷിയാണ്. നമ്മളിപ്പോൾ പോകുന്നത് ബാംഗ്ലൂർക്കാണ്. ഇതാ 170 കിലോമീറ്ററാണ് ഈ ബാംഗ്ലൂർക്കുള്ളത്. ഏകദേശം 3 ദിവസം കൊണ്ട് നമുക്ക് ചവിട്ടി എത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാ കുഞ്ഞി ഇപ്പോഴാണ് അവളിച്ച വെയിൽ കൊള്ളുന്നത്. കാരണം ഇവിടെ നിന്നാണ് വെയിൽ. നമുക്കിങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കേണ്ടത്. അവളിപ്പോൾ ഇച്ച വെയിൽ കൊണ്ടപ്പോഴത്തേന് എഴുന്നേറ്റാണ്. ഇത്ര നേരം നല്ല സുഖത്തിൽ കിടന്നുറങ്ങുമായിരുന്നു. പിന്നെ ബാംഗ്ലൂർ ചെന്നിട്ട് നമുക്ക് നമ്മുടെ ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ട്. കാരണം എല്ലാം ഇപ്പം ഇത് അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. കാരണം അവൾ പെഡിഗിരി നീറ്റത് നിർത്തി. അതുകൊണ്ട് പെഡിഗിരി വല്ല ഇനി അവിടെ എല്ലായിടത്തുമുള്ള എല്ലാ പട്ടിക്കുട്ടികളും നോക്കുന്നവർക്ക് കൊടുക്കും. അവളിപ്പം മീനും ഇറച്ചിയൊക്കെ തിന്നത്തുള്ളൂ. അതെങ്ങനെയാണ് വരുന്ന വഴിക്ക് അവരുടെ അടുത്തൊരു മീനും ഇറച്ചിയൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ശീലമായിപ്പോയി. അപ്പോഴത്തെ ബാംഗ്ലൂർക്ക് 170 കിലോമീറ്റർ 3 ദിവസത്തെ ടാർഗറ്റാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ 2 ദിവസം കൊണ്ട് എത്താമെന്ന് ഞാൻ നോക്കും. കാരണം രാത്രി വൈകിയും ഞാൻ ചവിട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ശരി, ഇനി ബാംഗ്ലൂരിലെ കളികൾ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ റൂട്ടിലല്ല പോകേണ്ടത്. ആ റൂട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ശരി, യാത്ര തുടരാം. അപ്പോൾ ഹസനിൽ നിന്ന് നമ്മൾ പോകുന്നു. ഹസനിൽ നിന്നാണ് ഇന്ന് രാവിലെ യാത്ര തിരിച്ചത്. ഹസനിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ഇപ്പുറത്തു നിന്നാണ് യാത്ര തിരിച്ചത്. അപ്പോൾ യാത്ര നമ്മൾ ബാംഗ്ലൂർ സൈഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ 2 ടീമുകൾ സ്കൂട്ടറിൽ വന്നിട്ട് സൈക്കിളിലൊക്കെ പിടിച്ചിട്ട് സാധനം മൊത്തം മാറ്റിക്കുമെന്നൊക്കെ പറഞ്ഞ് അന്നേരം നമ്മളെ ടൂൾസ് എടുത്തോടെ പിന്നെ ഹിന്ദിയിലുള്ള സംസാരം ഉണ്ടല്ലോ. ഇതുണ്ട്, ട്രാക്ടറുകാരൊക്കെ നമുക്ക് കൈ കാണിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഹിന്ദിയിലുള്ള സംസാരം ആയപ്പോഴത്തേനും അവന്മാർ ഇട്ടിട്ട് ഓടി. രാവിലെ പട്ടാപ്പകൽ വണ്ടി നിർത്താൻ പറഞ്ഞ് ഞാനോർത്ത് നമ്മളോട് സംസാരിക്കാനാണെന്നോർത്ത് എന്നും നിർത്തുന്ന പോലെ നിർത്തി. ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ അവന്മാർ ചാടിക്കറി സൈക്കിളിൻ്റെ ഇതെല്ലാം പിടിച്ചു. പുറകിരുന്നവനാണ്. അവനിക്കിടെ മുടയാന്ന് തോന്നുന്നു. നമ്മുടെ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഇവിടെ ഉള്ള കാര്യം അവൻ അറിയത്തില്ലല്ലോ. നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് ഞാനിത് ഊരിയെടുത്ത് ഞാൻ പറഞ്ഞ് തരുമെന്ന് പറഞ്ഞു പണി. അപ്പോൾ അവന്മാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ സാധനം എടുത്തപ്പോഴത്തേനും അവന് കാര്യം മനസ്സിലായി. അവൻ അന്നേരം സ്ഥലം വിട്ട്. ഞാൻ പിന്നെയും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത്. ഇതിനൊരു 2 ഗുണങ്ങളുണ്ട്. വരുന്നവൻ്റെ തലമണ്ട അടിച്ചു പൊട്ടിക്കാനും പറ്റും. മറ്റേ പുള്ളി പറഞ്ഞ പോലെ ടൊവിനോ പറയുന്ന 2 ഡയലോഗ് ഇട്ടില്ല, അതുപോലെ തന്നെ ഇത് തലയടിച്ച് പൊട്ടിക്കാനും പറ്റും, സൈക്കിൾ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാനും പറ്റും.
അങ്ങനൊരു ഗുണമുണ്ട്. നല്ല നീളത്തിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അന്ന് നീളത്തിൽ ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ ഈ സാധനം വെച്ച് ഒരെണ്ണം കൊടുത്താൽ ഏതവനും പറ്റുന്ന സാധനമാണ്. നല്ല രീതിയിൽ അവന് പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റാൻഡ് കളയാതെ വെച്ചിരിക്കുകയാണ്. പിന്നീട് തോന്നിയതാണ് എങ്ങോട്ടേലും ചെല്ലുമ്പം ആരെങ്കിലും നമുക്കിട്ടടിച്ചാലും കുഴപ്പമില്ലല്ലോ, ആയുധം വെച്ചുള്ള കളിയല്ലേ. അപ്പോൾ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചതാണ്. സാധനം കുഴപ്പമില്ല. ഒരു തലൊക്കെ കൊടുത്താൽ ഒരു തലയൊക്കെ പൊട്ടിക്കിട്ടും. രണ്ടാമത്തെ തല പൊട്ടിക്കുന്നതിന് മുമ്പ് അവന്മാർ നമ്മളെ പൊട്ടിച്ചിട്ട് പോകും. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്.